പാലത്തിന്റെ ഉദ്ഘാടന നിർണയിച്ചിട്ട് നമ്മളിവിടെ ലൈവാണ് കേട്ടോ സുഹൃത്തുക്കളെ. എന്തായാലും ജനസാഗരമാണ്. ഞങ്ങളുടെ നാട്ടിൽ 100 ദിവസം കൊണ്ടൊരു പാലം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പാലം റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. പാലം പണി തീർന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വലിയ ഇതാണ്. കാര്യം വളരെ സന്തോഷമുണ്ട്. അതും ഞങ്ങളുടെ നാട്ടിലെ MLA ജനിച്ചിരുന്ന പാലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിലെ ഒരു 100 ദിവസം കൊണ്ട് പാലം ഉദ്ഘാടനം ചെയ്തു. മേലോട്ട് നോക്കല്ലേ, മേലോട്ട് നോക്കിയാൽ പറയാം. മോശമായിട്ടാ ഞാൻ ഈ ജീപ്പിനവിടെ ജീപ്പ് എന്റെ ക്യാമറ കണ്ടില്ലേ മുങ്ങിയിരിക്കുന്നത്. നല്ല പണിയാ. മേലോട്ട് നോക്കല്ലേ, മേലോട്ട് നോക്കല്ലേ, കണ്ണിലെ പൊരി വല്ല വീണാലേ. നേരത്തോട് പുളവ് മുറിച്ചുകൊണ്ട് ശക്തമായിട്ട് അടിപൊളി പരിപാടി. ജനങ്ങൾ
ജനസാഗരമാണ്. സേത്തുവിനെ കുളവും കുളിച്ചു വന്നത്. കാര്യം 100 ദിവസം കൊണ്ടൊരു പാലം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു പാലം ഉദ്ഘാടനം ചെയ്ത്. അയ്യോ ലൈവ് കൊണ്ടിരിക്കുക. ശരി, അടിപൊളി പരിപാടിയല്ലായിരുന്നോ? 100 ദിവസം കൊണ്ട് പാലം പണിയെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഇതാണ് ആ പാലം. എന്തായാലും പാലത്തേക്കൂടെ വണ്ടിയൊക്കെ പോയി തുടങ്ങി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്തായാലും അത് കളിക്കും അതല്ലേ. അങ്ങനെ പാലം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചിറ്റാറ് സേത്തോട് ആങ്ങൂഴിയുള്ള ആൾക്കാർ അങ്ങനെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായിട്ടൊരു പരിപാടിയായിരുന്നു. ഉണ്ടല്ലേ. ഇനി ബസ്സും കൂടെ കയറി കഴിഞ്ഞാൽ പരിപാടി നടക്കട്ടെ. എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. അയ്യോ അച്ഛാ, നമസ്കാരം. എന്നോട് വിശേഷം ഇതിനെപ്പറ്റി എന്ത് പറയുന്നത്? ഈ ഒരു പാലത്തെ പറ്റി നല്ല അഭിപ്രായം. പിന്നെ എത്രയും വേഗം അത് പൂർത്തിയാക്കി എല്ലാം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് വളരെ സന്തോഷമുണ്ട്. കുറെ കഷ്ടപ്പെട്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാലമാണ്. എന്തുകൊണ്ട് കളിയാ പറയൂ കളിയാ പാലത്തെ പറ്റി 2 വാക്ക്. നല്ല കാര്യം. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടിയ സംഭവമാണ്. അതായത് ഈ പാലത്തിന്റെ പേരും പറഞ്ഞു. എന്നാലും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷകരമായിട്ട് പാലം പണിത് എല്ലാ പണിയും സെറ്റാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇപ്പുറത്തും വന്നു. ഇനി അപ്പുറത്തും പോവാ. ഹൈ മുതലാളി എവിടെ? ഇനി നേരെ കണ്ടില്ലേ, ഞാൻ കാണിച്ചില്ല. 100 ദിവസം കൊണ്ടൊരു പാലം പണി തീരുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ. കാര്യം നമ്മളെല്ലാ കാര്യവും തുറന്നു പറയുന്നതാണ്. തുറന്നു പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞതാണ്. അതെ, 100 ദിവസത്തിനുള്ളിൽ പാലം പണി തീർക്കുകയാണെങ്കിൽ തീർക്കും എന്ന് പറഞ്ഞു. അത് തീർക്കും. അത് കഴിവ് തന്നെയാണ്, ചെങ്കുറ്റമാണ്. എന്തായാലും ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചേർത്തുകൊണ്ട മുഖച്ഛായ തന്നെ മാറ്റിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. കേട്ടോ, അങ്ങോട്ട് അവരവിടെ വേദിയിലില്ല. വണ്ടികളൊക്കെ കയറി തുടങ്ങി. ഇനി എല്ലാവരും വെൽക്കം ടു ഊട്ടി ഐസ്ക്രീം. എന്നോട് പാലത്തെ പറ്റി 2 വാക്ക്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ. എന്താണോ അങ്ങനെ വളരെ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും ജനങ്ങളെല്ലാം വളരെ ഹാപ്പിയോടുകൂടി നിൽക്കുകയാണ്. കേരള നിയമസഭയുടെ ഈ നാടിന് നൽകിയ വാഗ്ദാനമല്ല. വളരെ സന്തോഷത്തോടെ ജനസാഗരമാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇപ്പോഴും നമ്മുടെ ഈ സാറേ ഞങ്ങൾക്ക് ലൈവിലാണ്. ലൈവ് ഞങ്ങളുടെ കൂടെ ഭയങ്കരമല്ലേ. ഈ കാണുന്നതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇതിന് ഇവിടെ പണി കഴിഞ്ഞു. ഞങ്ങളുടെ പടം ഇല്ലേ? കിട്ടി വല്ല പറയാറുണ്ടോ? ഓക്കെ ചന്ദ്രനടുത്ത് പറഞ്ഞു അല്ലേ? ശരി.
ഒരു സ്വല്പ ക്യാമ്പ് വരണേ, സ്വല്പ ക്യാമ്പ് വരണേ, കത്തിക്കറി പോകട്ടെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു പരിപാടിയാണ്. എന്തായാലും ഈ സുഹൃത്തുകൊണ്ട് മോച്ചായ മാറിക്കും 1, 2, 3, 4 നില 5 നില കെട്ടിടമാണ് കിടന്നിരിക്കുന്നത്. ഇതിന് ഗ്ലാസ് ഒക്കെ ഇട്ടാലെ കുട്ടപ്പനാക്കി വൺ സെറ്റപ്പിൽ അങ്ങോട്ട് പണിഞ്ഞിറങ്ങി കഴിയുമ്പോൾ നാടിൻ്റെ മുഖച്ഛായ മാറിപ്പോകും. ചാർജ് കുറവാണ്. പവർ ബാങ്ക് എടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സീനത്തോട് പാലം ഉദ്ഘാടനത്തിന് ശേഷം പ്രിയപ്പെട്ട മന്ത്രി പി പ്രസാദും ഈ പാലം ഈ നാടിന് സമർപ്പിച്ച പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് KU ജിനീഷ് കുമാർ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ ഇത് ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകളുടെ ഔപചാരികമായ നടപടിക്രമങ്ങൾ ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ശക്തിയുടെ വലതുഭാഗത്തായി കുടുംബത്തോടൊപ്പം ജീവിക്കുന്നവർക്കുള്ള അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നിങ്ങളെ നിയന്ത്രിക്കുവാൻ മറ്റാരുമില്ല, നമ്മൾ തന്നെയാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമായി അന്വേഷിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ അപ്പൊ എന്തായാലും വളരെ ഇവിടെയാണ് പരിപാടി കേട്ടോ. ഇത് ഭയങ്കര കേട്ടോ. എനിക്ക് ഭയങ്കര കേട്ടോ. എന്നാ തിരക്കടാവേ. അത് തന്നെ ജനസാഗരമാണ്. വിചാരിച്ച പോലല്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇതാണ് ചേർത്തോണ്ടെ പുളവും കൊള്ളിച്ചുകൊണ്ടൊരു ജനസാഗരം വന്നിരിക്കുന്നത്. അടിപൊളി അടിപൊളി. ചള്ളയായിട്ടല്ലേ, ചള്ളയാണ് അവളല്ലേ വിചാരിച്ചതിനപ്പുറമാ. അത് നല്ലൊരു കാര്യമില്ല. ചേർത്തോണ്ടെ മൊച്ചായ മാറ്റിക്കളഞ്ഞത്. എന്തോ അത് ഭയങ്കര തിരക്കാട്ടോ. അതന്നെ വിളിച്ചു. ഇത് ഇമ്പോസിബിൾ അതുപോലാണ്. എൻ്റെ കൂടെ ഇത്രയും ഒരു ഗ്രൗണ്ട് ഉള്ളതല്ല കേട്ടോ. എത്ര ഒരു വലിയ ഗ്രൗണ്ട് ഉള്ള വില്ലുകാരൻ. ആ എങ്ങനെ അറിയാലോ. വില്ലുകാരൻ അറിയും. ബാറ്ററൊക്കെ വില്ലുകാരൻ ആദ്യം അറിയത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അറിയും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അതെ അത് തന്നെ കണ്ടല്ലോ ജനസാഗരമാണ്. ഇവിടെ നമുക്ക് ഇതിലെ അങ്ങോട്ട് നീങ്ങാം. പോട്ടെ, റെഡ് കാർപ്പറ്റിൽ കൂടെ അങ്ങ് പോകാം. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് പരിപാടികൾ. പാല ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഹൈ, പാല ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വന്നില്ല. അയ്യോ സോറി, ക്ഷമിക്കണം 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 ക്ഷമിക്കണം. മാറി നിൽക്കുകയല്ലേ സാറേ. എന്നോട്ട് സാറേ ഒന്നുമില്ല, എന്താ പറയുന്നത്. അതാണ് കേരളത്തിലെ പണിക്കാരോടൊപ്പം സാങ്കേതിക പ്രവർത്തനങ്ങളോടൊപ്പം കൂടെ നിന്നു പ്രിയപ്പെട്ട ജനപ്രതിനിധി ഞങ്ങളെ കിട്ടുന്നുണ്ട്. എല്ലാവരും കിട്ടി, എല്ലാവരും കിട്ടുന്നുണ്ട്. സാറേ എല്ലാം കൊടുത്തു. സാറേ എല്ലാം കൊടുത്തു. കുഞ്ഞിനെ പോലെ
ഈ നാടിനെ ഞാൻ കാത്തു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയാണ്. പ്രിയപ്പെട്ട എംഎൽഎയുടെ സാന്നിധ്യത്തിൽ അല്പസമയത്തിന് മുമ്പ് ഈ നാടിനെ ഏറ്റവും അടുത്തറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പരിചയപ്പെടുത്തുന്ന മുഖവരിയുടെ മന്ത്രി ഈ നാടിനെ സംബന്ധിച്ച സന്തോഷത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഔപചാരികമായ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന അധ്യക്ഷത പദവിയിലേക്ക് പ്രിയപ്പെട്ട നിൽക്കാൻ സ്ഥലമില്ല. അധ്യക്ഷന്റെ അനുവാദത്തോടു കൂടി ആദിത്യ ജയനെ പോട്ടെ 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 ഈശ്വര പ്രാർത്ഥനയ്ക്കായി ആദിത്യ ജയനെ വേഗത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ചേച്ചി. ആദിത്യ ജയൻ കടന്നു വരികയാണ്. ഇങ്ങനെ കയറി ചവിടണം അല്ലേ? ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചേച്ചി ഒന്ന് മാറും. മുന്നോട്ടങ്ങ് പോണേ എങ്ങനെ പറഞ്ഞു വിട്ടേ. അങ്ങനെ പാടത്തിന്റെ ഈശ്വരാർത്ഥന നടക്കാണ്. ഇനി പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടക്കല്ലേ? നടക്കണേ. അതെ, നമ്മൾ ലൈവ് ഓഫ് നമ്മൾ ആസ്വദിക്കാൻ പോവാ. അപ്പൊ എന്തായാലും പരിപാടി നടക്കട്ടെ. ഞങ്ങൾ ഈ പരിപാടി ആസ്വദിക്കാൻ പോട്ടോ. ഓക്കെ, ഗുഡ് ബൈ.